ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലൊക്കെ സെക്ഷുവാലിറ്റി തീരുമാനിക്കുന്ന ഒരു മെക്കാനിസം ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം പല ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാം കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് എക്സ് 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 വൈ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. സാധാരണയായിട്ട് ഇത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ആനിമൽ ആണ് അല്ലെങ്കിൽ ഓർഗാനിസ് ആണ് ഹ്യൂമൻ ബീങ്സ്. അതുപോലെ ഡ്രോസോഫില, മെലാൻഡ്രിയം ആൽബം എന്ന് പറയുന്ന പ്ലാന്റ്സ്, ഹ്യൂമൻസ് എന്ന ആനിമൽ, ഡ്രോസോഫില എന്ന് പറയുന്ന ഇൻസെക്ട്, ഇതിലെല്ലാം കാണപ്പെടുന്ന ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ് എക്സ് 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 വൈ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹ്യൂമൻ ബീങ്ങിന്റെ കേസിൽ 46 ക്രോമസോം അഥവാ 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ട്. അതിൽ 22 പെയർ അല്ലെങ്കിൽ 44 ക്രോമസോം ഓട്ടോസോംസ് ആണ്, അഥവാ ബോഡി ക്രോമസോം ആണ്. ആ ക്രോമസോമുകൾക്ക് സെക്സ് തീരുമാനിക്കുന്നതിൽ റോളില്ല. ബാക്കി 2 ക്രോമസോമിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അതാണ് സെക്ഷുവാലിറ്റി തീരുമാനിക്കുന്നത്. മെയിൽ ആണോ ഫീമെയിൽ ആണോ ഒക്കെ തീരുമാനിക്കും. അപ്പൊ ഹ്യൂമൻ ബീങ്ങിന്റെ കേസിലാണെങ്കിൽ, ഹ്യൂമൻ മെയിൽസിന്റെ കേസിൽ 44 ഓട്ടോസോം 44 പ്ലസ് 2 സെക്സ് ക്രോമസോം ആണ്. അതില് 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹ്യൂമൻ മെയിൽസിന്റെ കേസിൽ മെയിൽസ് എന്ന് പറഞ്ഞാൽ ഹെറ്ററോഗാമറ്റിക് ആണ്. അതിന്റെ അർത്ഥം എന്താ? മെയിൽസിന്റെ സെക്സ് ക്രോമസോം എക്സും വൈയും ആണ്. അപ്പൊ രണ്ടും വേറെ വേറെ ക്രോമസോമാ, രണ്ടും ഒരേപോലത്തെ അല്ല. അതുകൊണ്ട് മെയിൽസിൽ ഗാമീറ്റ് ഉണ്ടാവുമ്പോ 46 ക്രോമസോമില് 22 ക്രോമസോം ഓട്ടോസോമും ആയിരിക്കും, ഒരു ക്രോമസോം സെക്സ് ക്രോമസോം ആയിരിക്കും. അപ്പൊ മെയിൽസിന്റെ കേസിൽ 2 ടൈപ്പ് സ്പേംസ് അല്ല ഉണ്ടാവുക. 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം, അതൊരു ഗാമീറ്റ്. രണ്ടാമത്തെ ഗാമീറ്റ് 22 ഓട്ടോസോം പ്ലസ് 1 വൈ ക്രോമസോം, അങ്ങനെ വരും. അപ്പൊ 2 ഗാമീറ്റും വ്യത്യാസമുണ്ട്. എന്തിനാ വ്യത്യാസം വന്നേ? ഒരു ഗാമീറ്റിന്റെ ഉള്ളിൽ, ഒരു സ്പേമിനുള്ളിൽ എക്സ് ക്രോമസോമും വന്ന് അടുത്ത സ്പേമിനുള്ളിൽ വൈ ക്രോമസോമും വന്ന്. ഓക്കെ. എന്നാൽ ഫീമെയിൽസിന്റെ കേസിലെടുത്താൽ, മെയിൽസിൽ പറഞ്ഞ പോലെ 44 ഓട്ടോസോം അഥവാ 22 പെയർ ഓട്ടോസോം ഉണ്ട്, ബോഡി ക്രോമസോം ഉണ്ട്, പ്ലസ് 1 പെയർ അല്ലെങ്കിൽ 2 സെക്സ് ക്രോമസോം ഉണ്ട്. ആ 2 സെക്സ് ക്രോമസോം ഏതാണ്? എക്സ് ആണ്. ഇപ്പൊ ഫീമെയിൽസിന്റെ കേസിൽ 44 ഓട്ടോസോം പ്ലസ് 2 എക്സ് ക്രോമസോം, എക്സ് 2 എക്സ് ക്രോമസോം ഉണ്ട്. അപ്പൊ ഗാമീറ്റ് ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവുക? ഓവ ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവുക? ഒരു ഓവത്തിന്റെ ഉള്ളില് 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം, അടുത്ത ഓവത്തിനുള്ളിലും 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോമാ. അപ്പൊ ഫീമെയിൽസിന്റെ കേസിൽ എല്ലാ ഓവ എടുത്താലും ഒരേ മോഡലാ, 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ആ. എന്നാൽ മെയിൽസിന്റെ കേസിൽ അങ്ങനെയല്ല, 2 ടൈപ്പ് സ്പേം ഉണ്ടാവും. 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ഉള്ള സ്പേമും ഉണ്ട്, 22 ഓട്ടോസോം പ്ലസ് 1 വൈ ഉള്ള സ്പേമും ഉണ്ട്. അതാണ് അവിടെ സംഭവിക്കുക. ഓക്കെ. ഇനി ആ മെയിൽസിന്റെ സ്പേം സെല്ല് 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം ഉള്ള സ്പേം സെല്ലും 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോം ഉള്ള ഓവം സെല്ലും ഫ്യൂസ് ചെയ്താൽ കുഞ്ഞെന്തായിരിക്കും? പെണ്ണായിരിക്കും. ഇനി പകരം 22 ഓട്ടോസോം പ്ലസ് 1 വൈ ക്രോമസോമും 22 ഓട്ടോസോം പ്ലസ് 1 എക്സ് ക്രോമസോമും ഫ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? കുഞ്ഞു മെയിലായിരിക്കും. അതാണ് അവിടുത്തെ മെക്കാനിസം. ഇതാണ് എക്സ് 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 വൈ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഇനി ഒരു പോയിന്റ് കൂടി പഠിക്കാണ്ട്, ഹ്യൂമൻ ബീങ്ങിലെ വൈ ക്രോമസോം ആണ് ഇവിടെ മെയിൽനെസ്സിനെ തീരുമാനിക്കുന്നത്. ഹ്യൂമൻ ബീങ്ങിലെ വൈ ക്രോമസോം ആണ് മെയിൽനെസ്സിനെ തീരുമാനിക്കുന്നത്. ആ വൈ ക്രോമസോം എന്ന് പറയുന്ന ക്രോമസോമിൽ തന്നെ ഒരു സ്പെഷ്യൽ ജീൻ ഉണ്ട്. ആ ജീന്റെ പേര് SRY ജീൻ എന്നാണ്. SRY ജീൻ. അതിന്റെ ഫുൾ ഫോം സെക്സ് ഡിറ്റർമൈനിങ് റീജൻ ഓൺ വൈ ക്രോമസോം എന്നാണ്. ഓക്കെ അല്ലെ? ആ ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായി ആക്ട് ചെയ്തിട്ട് അതാണ് മെയിൽനെസ്സിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അവിടാണ് മനസ്സിലാക്കേണ്ടത്. ആ ജീനിന് മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ധാരാളം ജനറ്റിക് ഡിസീസ് ഉണ്ടാവും. ഒരു ജനറ്റിക് ഡിസീസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് കീൻസെയർ സിൻഡ്രം എന്നാണ് വിളിക്കുക.
ഓക്കെ, അതൊക്കെ ഞാൻ കൂടുതലായിട്ട് നോട്ട്സ് തരുമ്പോൾ അതിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സിലബസിന്റെ ഭാഗം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഓക്കെ ഓക്കെ അങ്ങനത്തെ ചില ആളുകൾക്ക് ചില മെയിൽസിന് Y ക്രോമോസോം ഉണ്ടാവും, ഉണ്ടെങ്കിലും അവർ കംപ്ലീറ്റ് മെയിൽ ആവില്ല. കാരണം അവരെ Y ക്രോമോസോമിലെ ഞാൻ ഈ പറഞ്ഞ SRYG എന്ന ജീന് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവര് സാധാരണയായിട്ട് വളരുക ഫീമെയിൽ ആയിട്ടാണ്. അവർ XY ക്രോമോസോം ആണെങ്കിൽ പോലും അത് ജനറ്റിക് അബ്നോർമാലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളിപ്പോ രണ്ടെണ്ണം പറഞ്ഞു, XY സെക്സ് ഡിറ്റർമിനേഷൻ 2 എക്സാമ്പിൾ പറഞ്ഞു, ഹ്യൂമൻ ബീങ്ങും ഡ്രോസോഫിലും. അത് രണ്ടും ഒരേപോലെ തന്നെ. ഇനി മൂന്നാമത്തെ പ്ലാന്റ്സ് ആണ്, മെലാൻഡ്രിയം ആൽബം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ആ പ്ലാന്റും ഈ മനുഷ്യനെയും ഡ്രോസോഫിലിനൊക്കെ പോലെ തന്നെ XY സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ്. ഓക്കെ, അതിൽ Y ക്രോമോസോം ഉള്ള ആള് അഥവാ XY എന്ന് പറഞ്ഞ പ്ലാന്റ് തന്നെയാണ് മെയിൽ ആവുക. XS എന്നുള്ള പ്ലാന്റ് എന്താണ്, ഫീമെയിൽ തന്നെയാണ്. പക്ഷെ അവിടെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഈ മെലാൻഡ്രിയം ആൽബം എന്ന് പറയുന്ന പ്ലാന്റ് എടുത്താൽ അതിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്രപ്പോസ് ചെയ്തത് 1946 വാംകെ എച്ച് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ദാറ്റ് ഡിപ്ലോയിഡ് പ്ലാന്റ് possess 24 ക്രോമസോം. അതിൽ ആകെ 24 ക്രോമസോം ആണ് ആ പ്ലാന്റ് ഉള്ളത്. ആ പ്ലാന്റിന്റെ ഇമേജ് ഞാൻ എന്റെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കാണാം. ഇമേജ് റൈറ്റ് സൈഡിൽ ബോട്ടം പോർഷനിൽ കാണാം. ഓക്കെ, അപ്പൊ ആ പ്ലാന്റ് ഡിപ്ലോയിഡ് പ്ലാന്റ് ആണ്. മെലാൻഡ്രിയം ആൽബം എന്ന് പറഞ്ഞ ഡിപ്ലോയിഡ് പ്ലാന്റ് ആണ്. ആൽബം വെള്ള ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്ലാന്റിന്റെ ഒരു സെല്ല് എടുത്താൽ 24 ക്രോമസോം ഉണ്ട്, അഥവാ 12 പെയർ ക്രോമസോം ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യനെ പോലെ തന്നെ ഈ 12 പെയർ അഥവാ 24 ക്രോമസോം ഉണ്ട്. അതുപോലെ ഈ മനുഷ്യനെ പോലെ തന്നെ ഈ പ്ലാന്റിന്റെ പ്രത്യേകത, മെയിലും ഫീമെയിലും വേറെ വേറെയാണ്. ഈ പ്ലാന്റ് മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും വേറെ വേറെയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുരുക്കം കേസുകളിൽ മാത്രം ബൈസെക്ഷൽ ആയ പ്ലാന്റുകൾ കാണപ്പെടുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ ഇതിന്റെ അവസാനം ഞാൻ പറയും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യനെ പോലെ മെയിൽ പ്ലാന്റ് എടുത്താൽ 24 ക്രോമസോം ആണ്. അതിൽ 12 ക്രോമസോം ഓട്ടോസോം ആണ്. എന്നാൽ ബാക്കി 2 ക്രോമസോം ആണ് XY. എന്നാൽ ഫീമെയിൽ പ്ലാന്റ് എടുത്താൽ അതിലും 24 ക്രോമസോം ഉണ്ട്. 22 ക്രോമസോമും ഓട്ടോസോം ആണ്. അവസാനത്തെ 2 ക്രോമസോം ആണ് സെക്സ് ക്രോമസോം, അത് XX ആണ്. മനുഷ്യനെ പോലെ ഇവിടെ മെയിൽ പ്ലാന്റ് ഹെറ്ററോഗാമീറ്റിക് ആണ്. X എന്ന് പറഞ്ഞ ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും, Y എന്ന് പറഞ്ഞ ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഹോമോഗാമീറ്റിക് ആണ്. 2 ഗാമീറ്റും ഏതെന്നായിരിക്കും, X എന്നുള്ള ഗാമീറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മനുഷ്യനെ പോലെ തന്നെയാണ്. മനുഷ്യരിൽ 46 ക്രോമസോം ഉണ്ട്, ഇവിടെ 24 ക്രോമസോമേ ഉള്ളൂ. പക്ഷെ ഇവിടത്തെ വ്യത്യാസം നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഏതാ പറഞ്ഞത്, മെയിൽനെസ് തീരുമാനിക്കുന്ന ആരാണ്, Y ക്രോമസോം ആണ്. പക്ഷെ ഇവിടെ പ്രത്യേകത, ഇവിടെ മെയിൽനെസിനെ തീരുമാനിക്കുന്നത് Y ക്രോമസോം ആണ്. അതേ Y ക്രോമോസോം എന്ത് ചെയ്യും, ഫീമെയിൽനെസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഫീമെയിൽ ആക്കി മാറ്റൂല. അപ്പൊ Y ക്രോമോസോം ഒരു പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അത് മെയിൽ ആയിരിക്കും. കാരണം ആ Y ക്രോമോസോം എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ ഇൻഹിബിറ്റും ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ മെലാൻഡ്രിയം ആൽബം എന്ന് പറയുന്ന X ക്രോമോസോമിന്റെയും Y ക്രോമോസോമിന്റെയും ഡയഗ്രം ഞാൻ ഈ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതില് Y ക്രോമോസോം ആണ് വലുത്, നീളമുള്ളത്, ബ്ലാക്ക് കളറിൽ കാണാം. X ക്രോമോസോം ബ്ലൂ കളറിൽ കാണാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, Y ക്രോമോസോം ലാർജർ ആണ് Xനേക്കാൾ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ആ Y ക്രോമോസോം എടുത്താൽ അതിൽ പ്രധാനമായും 4 റീജൻസ് ഉണ്ട്. ആ റീജൻസിനെ നമ്മൾ സെഗ്മെന്റ് 1, സെഗ്മെന്റ് 2, സെഗ്മെന്റ് 3, സെഗ്മെന്റ് 4 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ X ക്രോമോസോമിൽ 2 റീജനേ ഉള്ളൂ. അത് സെഗ്മെന്റ് 4ഉം സെഗ്മെന്റ് 5ഉമാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, X ക്രോമോസോമിലും Y ക്രോമോസോമിലും കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അത് ഏതാണ്, സെഗ്മെന്റ് 4 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചാ മനസ്സിലാക്കുക, ഓരോരോ സെഗ്മെന്റിന്റെയും ഫംഗ്ഷൻ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ആ ഡയഗ്രം തന്നെ രണ്ടാമതും കൊടുത്ത്, ഇവിടെ സെഗ്മെന്റ് 1, Y ക്രോമോസോമിലെ സെഗ്മെന്റ് 1ന്റെ ഫംഗ്ഷൻ, അത് ഫീമെയിൽനെസ്സിനെ സപ്രസ് ചെയ്യും. അഥവാ
ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവറിന്റെ ഡെവലപ്മെന്റിനെ സപ്രസ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ് Y ക്രോമോസോമിലെ സെഗ്മെന്റ് 1. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ മനസ്സിലായിട്ട് സപ്രസ് ഫീമെയിൽനെസ് ഓർ സപ്രസ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഫ്ലവർ. ഇനി സെഗ്മെന്റ് 2ന്റെ പണി എന്താ? ഇറ്റ് ഓൺലി ഇനീഷിയേറ്റ് ആന്തർ ഡെവലപ്മെന്റ്. കണ്ടോ, ആന്തർ ഡെവലപ്മെന്റിനെ സ്റ്റാർട്ട് ചെയ്യുക. ആന്തർ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ ആണ്. അതുകൊണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ ആയ ആന്തറിന്റെ ഡെവലപ്മെന്റിനെ ഇനീഷിയേറ്റ് ചെയ്യുക മാത്രമാണ് ആര് ചെയ്യുക? സെഗ്മെന്റ് 2. അത് കംപ്ലീറ്റ് ചെയ്യൂല, ഇനീഷിയേറ്റ് ചെയ്യുക. എന്നാൽ സെഗ്മെന്റ് 3ന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? കൺട്രോൾ ദ ലേറ്റർ സ്റ്റേജ് ഓഫ് ആന്തർ ഡെവലപ്മെന്റ്. ആന്തർ ഡെവലപ്മെന്റ് അവസാന ഘട്ടം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെഗ്മെന്റ് 3 ആണ്. ആദ്യ ഘട്ടം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെഗ്മെന്റ് 2 ആണ്. ഓക്കെ, അപ്പം സെഗ്മെന്റ് 1 ഫീമെയിൽ ഫ്ലവറിന്റെ ഡെവലപ്മെന്റിനെ ഇൻഹിബിറ്റ് ചെയ്യും. സെഗ്മെന്റ് 2ഉം 3ഉം ആന്തർ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവർ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നർത്ഥം. എന്നാൽ സെഗ്മെന്റ് 4 അത് X ക്രോമസോമിലുണ്ട്, Y ക്രോമസോമിലുണ്ട്. അത് ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. ഗാമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത്, മിയോസിസിൽ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ക്രോമസോമുകൾ തമ്മിൽ പെയർ ചെയ്യും. ആ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുക സിനാപ്സിസ്. ആ പെയറിങ്ങിനെ സഹായിക്കുന്ന സെഗ്മെന്റ് ആണ് സെഗ്മെന്റ് 4. അത് മെയിലും ഉണ്ട്, അത് എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്. ഓക്കെ, എന്നാൽ സെഗ്മെന്റ് 5ന്റെ ഫംഗ്ഷൻ, സെഗ്മെന്റ് 5 ആണ് എക്സ് ക്രോമസോമിന് യുണീക്ക് ആയിട്ടുള്ള സാധനം. അതെന്താ വെച്ചാൽ മനസ്സിലാക്കുക. സെഗ്മെന്റ് 5 എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ഫീമെയിൽനെസ്. അത് ഫീമെയിൽ ഡെവലപ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇറ്റ് സ്റ്റിമുലേറ്റ് ഫീമെയിൽ ഡെവലപ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്. ഇറ്റ് സ്റ്റിമുലേറ്റ് ഫീമെയിൽ ഡെവലപ്മെന്റ് only in the absence of segment 1 on Y chromosome. Y ക്രോമസോമിലെ സെഗ്മെന്റ് 1ന്റെ അഭാവത്തിൽ അത് ഫീമെയിൽനെസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിന്റെ അർത്ഥം വൈയും എക്സും ഒരുമിച്ച് വന്ന സെഗ്മെന്റ് 5 വർക്ക് ചെയ്യൂല. കാരണം എന്താ? വൈയിലെ സെഗ്മെന്റ് 1 സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം സെഗ്മെന്റ് 1 ഇല്ലെങ്കിൽ സെഗ്മെന്റ് 5 എന്താവും? ഫീമെയിൽനെസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടുത്തെ റോൾ. ഇതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, ഇഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റ് ഉണ്ട് വിത്ത് മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ്. ഒരു പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റ് XY ആണ്. പക്ഷെ XY എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. XY എന്ന് പറഞ്ഞാൽ സാധാരണ Y വന്നാൽ എന്താണ്? മെയിൽ ആകണം. കാരണം Y എന്ത് ചെയ്യും? Yയിലെ സെഗ്മെന്റ് 1 Xയിലെ സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ മെയിൽ ആയിട്ടാണ് വരിക. പക്ഷെ ഇഫ് എ പ്ലാന്റ് വിത്ത് മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ് 1, ഒരു XY പ്ലാന്റ് ആണ്, XY എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, പക്ഷെ അതിന്റെ സെഗ്മെന്റ് 1 മ്യൂട്ടേറ്റഡ് ആണ്, വർക്ക് ചെയ്യൂല. അപ്പൊ എന്താ സംഭവിക്കുക? എന്താ വർക്ക് ചെയ്യുക? അപ്പൊ അതെന്തായി മാറും? ബൈസെക്ഷൽ ആയി മാറും. അത് ബൈസെക്ഷൽ ആവും. കാരണം എന്താ? ഒന്നിന്റെ ഫംഗ്ഷൻ എന്ത് മാത്രാണ്? ഫീമെയിൽനെസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ്. ഇപ്പൊ ഒന്നില്ലാന്ന് വിചാരിച്ച് XY ആണ്, പക്ഷെ ഒന്ന് വർക്ക് ചെയ്യില്ലെങ്കിലോ? 2ഉം 3ഉം വർക്ക് ചെയ്യുന്നോണ്ട് മെയിൽ ഫ്ലവർ ഉണ്ടാവും, 5 വർക്ക് ചെയ്യുന്നോണ്ട് ഫീമെയിലും ഉണ്ടാവും. അപ്പൊ എന്താ? മെയിലും ഫീമെയിലും ഫ്ലവർ ഉള്ള ബൈസെക്ഷൽ പ്ലാന്റ് ആയി മാറും. അതാണ് സംഭവിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അത് അബ്നോർമൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ചുരുക്കം കേസുകളിൽ പ്ലാന്റുകൾ മൊണീഷ്യസ് ആവും, ബൈസെക്ഷൽ ആവും എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇനി മനസ്സിലാക്കാം, ഒരു പ്ലാന്റ് അതിൽ XY ക്രോമസോം ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും? XY ഉണ്ട്, അപ്പൊ അത് മെയിലാണ്. ഇനി XY ഉണ്ട്, 2X ഒരു Y ഉണ്ട്, അപ്പോഴും മെയിലാ. കാരണം എന്താ? Y ഉണ്ട്. ഇനി 3X ഉണ്ട്, അപ്പോഴും മെയിലാ. കാരണം എന്താ? Y ഉണ്ടെങ്കിൽ അത് Xയിലെ സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ ഒന്നാമത്തെ കേസിൽ ഒരു Y ഉണ്ട്, ആ Y ഒരു Xയിലെ സെഗ്മെന്റ് 1നെ ഇൻഹിബിറ്റ് ചെയ്യും, സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ 2Xും ഒരു Y ആ, എന്നാലും കാര്യമില്ല, Y എന്ത് ചെയ്യും? 2Xയിലെയും സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യും. എന്നാൽ മൂന്നാമത്തെ കേസിലോ ഒരു Y ക്രോമസോം ഉണ്ട്, അതിലെ സെഗ്മെന്റ് 1 എന്ത് ചെയ്യും? 3Xയിലെയും സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ 3 കേസിലും എന്തായിരിക്കും ആൻസർ? XY വന്നാലും XY വന്നാലും 3X XXY വന്നാലും മെയിലാ. പക്ഷെ 4X വന്നാൽ സ്റ്റഡീസ് പറയുന്നത് അതെന്താണ്? അത് ഫീമെയിൽ എന്നാണ്. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കാം, 4Xും ഒരു Yയും വരുമ്പോൾ ഒരു Yയിലെ സെഗ്മെന്റ് 1ന് മാക്സിമം 3Xയിലെ സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. നാലാമത്തെ Xും കൂടി വന്ന ഒരു Y ക്രോമസോമിലെ സെഗ്മെന്റ് 1ന് മാക്സിമം 5 സെഗ്മെന്റിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിയും. 4X വരുമ്പോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവസാനത്തെ നാലാമത്തെ X ഉണ്ടല്ലോ, അതിലെ സെഗ്മെന്റ് 5നെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിന്റെ മാക്സിമം ഇൻഹിബിഷൻ കപ്പാസിറ്റി ആണ് 1 segment 1 can able to inhibit maximum 3 segment 5 എന്ന്. അപ്പൊ നാലാമത്തെ X വരുമ്പോ അതിലെ സെഗ്മെന്റ് 5 ഫ്രീ ആവും. അതുകൊണ്ട് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അത് ഫീമെയിൽനെസ്സിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ കാര്യം. ഓക്കെ,
അതാണ് ഇവിടെ. അപ്പൊ ഇതാണ് XY സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ മെലാൻഡ്രിയം ആൽബം എന്ന പ്ലാന്റ്. അതുപോലെ നമ്മൾ ഹ്യൂമൻ ബീങ്ങും ഡ്രോസോഫിലയും പറഞ്ഞതുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്